ജീവിതം ഒന്നേയുള്ളൂ, അതിനാൽ അത് ഏത് വിധേനയും ആസ്വദിക്കപ്പെടണം എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം. എന്നാൽ എങ്ങനെയാണ് ആസ്വദിക്കപ്പെടേണ്ടത് എന്നതിൽ തർക്കവിതർക്കങ്ങൾ നിലനിൽക്കുന്നു. പൊതുവിൽ കുടുംബപരമായ ജീവിതമാണ് ഏറ്റവും ആസ്വാദ്യകരം എന്നുള്ളതിൽ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ താളം തെറ്റിയ കുടുംബങ്ങളിൽ എങ്ങനെയാണ് ആസ്വദിക്കുക എന്നുള്ളതിൽ വലിയ സംശയങ്ങളാണ്. അതിനാൽ വായനയാണ് ഇതിനേക്കാൾ ഏറ്റവും നല്ല ആസ്വാദ്യകരമായ മേഖല എന്നുള്ളതിൽ പുതിയ കണ്ടെത്തൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും തേടുകയും അറിയുകയുമാണല്ലോ ഭൂരിഭാഗം മനുഷ്യർക്കും ഇഷ്ടവും ആഗ്രഹങ്ങളും അതുതന്നെയാണല്ലോ. അപ്പോൾ വായനയിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് മറ്റുള്ളവരുടെ അനുഭവ കഥകളും പഴയ കാലഘട്ടങ്ങളും ഓരോ കാലത്തിലൂടെ കടന്നുപോയി നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് വായനയിലൂടെ നമുക്ക് കിട്ടുന്ന ലോകം. അപ്പോൾ വായനയെ പ്രോത്സാഹിപ്പിക്കുകയും വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും പുതിയൊരു ആസ്വാദന മേഖലയാണ്, സന്തോഷത്തിൻ്റെ മേഖലയാണ്.